Isaac? Yes, Isaac John, ex-Minister for Health. Hey! There should be someone by the bedside always. Okay? Take it easy. എന്താ ഇങ്ങനെ? നമസ്തേ. രവി എവിടെ? അകത്തുണ്ട്. അവനാകെ തളർന്നിരിക്കുക. എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോ ഓർമ്മിപ്പിക്കാനായി എന്തിനയാൾ വീണ്ടും വന്നു? അങ്ങനെയൊന്നും പറയരുത്. അദ്ദേഹം ഇപ്പോൾ ഒരു രോഗിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അമ്മേ? ഞാൻ രവി ഒന്ന് കണ്ടിട്ട് വരാം. ഓരോരോ ദൈവനിശ്ചയം. ഈശ്വര, ഒരു ലീവ് ലെറ്റർ കിട്ടി. എന്താ കാര്യം? നോക്കൂ, ഞാനത് ക്യാൻസൽ ചെയ്യാം. താൻ ഇങ്ങനൊന്നും ആവാൻ ഞാൻ സമ്മതിക്കില്ല. വരൂ, നമുക്കൊന്ന് പുറത്തേക്ക് കാണാം. ഒരു സാധാരണക്കാരന്റെ റേഞ്ചിനപ്പുറത്തേക്ക് പോവാൻ ഇക്കാര്യത്തിൽ എന്തോ എനിക്ക് കഴിയുന്നില്ല സാർ. താൻ സാധാരണക്കാരനെന്നോ? നോ നോ. ഉപരിപഠനം നടത്തുന്ന ഡോക്ടർ പട്ടേരിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ. ഇനി അതിപ്പം പൊങ്ങച്ചമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. പട്ടേരിയുടെ ശിഷ്യൻ. ആ ലേബൽ നിന്ന് കിട്ടാൻ കാത്തു കിടക്കുന്ന ആ ഡോക്ടേഴ്സ് ഇവിടെ. യു നോ ദാറ്റ്? അഡ്മിഷൻ കിട്ടാതെ പുറത്തുപോയ 4 പേരുടെ മെറിറ്റ് നിനക്ക് മുകളിലാണ്. എന്നിട്ടും ഞാൻ നിന്നെ തന്നെ സെലക്ട് ചെയ്തു. അറിയാം സാർ. പിന്നെന്താണ് നിന്റെ പ്രോബ്ലം? അച്ഛനെ ചുട്ടുകൊന്ന് എന്നെ അനാഥനാക്കിയ ഒരു ക്രിമിനലിനെ ബൈപ്പാസ് സർജറി ചെയ്ത് സാർ രക്ഷപ്പെടുത്തും. യു ക്യാൻ, യു വിൽ. പക്ഷെ അത് കണ്ടു നിൽക്കാൻ, സാറിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരു മകനോട് തന്നെ ആവശ്യപ്പെടുന്നത് ക്രൂരതയാണ് സാർ. അല്ല. നീ ആരാ? ശങ്കരനാരായണന്റെ മകൻ. അവനോ മൈ ബെസ്റ്റ് ഫ്രണ്ട്. കത്തിക്കരിഞ്ഞ ഒരു കരിക്കട്ട പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് നിട്ടത് ഈ കൈകളിലാണ്. അവനെ കൊന്നവന്റെ ജീവൻ. ദ വെരി ഹാർട്ട് ഓഫ് ദ കില്ലർ. ഐ മീൻ ഐസക് ജോണിന്റെ ജീവൻ. ഒരു 1.5 മണിക്കൂർ നേരം നമ്മുടെ കയ്യിൽ കിടന്നങ്ങനെ കളിക്കട്ടെ. അതിനുശേഷം അവന് തന്നെ മടക്കി കൊടുക്കാം. പക്ഷേ ഒന്നുണ്ട്, ഇനിയുള്ള അവന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഔദാര്യമാണ്. അതിനേക്കാൾ കൂടുതൽ റവഞ്ച് വേറെ എന്തുണ്ട് രവി? Stop! Everybody stop your funny games! ഈ രാത്രി ബോണിയുടെ വിജയാഘോഷ വേള. അസിംജി ഹോസ്പിറ്റൽ ഐസിയു കണ്ടിട്ടുണ്ടോ? മരണത്തിന്റെ ഗന്ധമുള്ള അവിടെ ഞാൻ 3 തവണ പോയി അയാളെ കാണാൻ. പക്ഷെ കൊണഞ്ചം പട്ടേരിയും കൂട്ടരും പെണ്ണിനെ അല്ല, അയാളെ ഐസക് ജോണിനെ. ഡോക്ടർ രവിശങ്കർ എന്ന തന്തയില്ലാത്തവന്റെ തന്തയെ കൊന്ന് കോടതിയിൽ നിന്നും ഫ്രീ ആയി ഇറങ്ങിപ്പോയ പഴയ മന്ത്രി പൊങ്കവനെ കാണാൻ ഈ ബോണി ഇനി അവനെ വെച്ച് കളിക്കും. എങ്ങനെ? രവിശങ്കറിന്റെ നാഡീഞരമ്പിലൂടെ പകയെന്ന വിഷം ഞാൻ ഇഞ്ചക്ട് ചെയ്യും. അതത്ര ഈസി അല്ല. അതൊക്കെ മറന്നു അറിയാം സാലെ, മറക്കില്ല.
അതുകൊണ്ടല്ലേ കർത്താവീശോ കനിഞ്ഞൊരു മാലാഖ നമ്മുടെ മുന്നിൽ. യെസ്, ലവബിൾ ഡോട്ടർ ഓഫ് ഐസക് ജോൺ, സോണി ഐസക്. Come on friends, let's enjoy നന്നായി വേർക്കുന്നില്ല മേനോൻ. ആ പഴയ പടക്കൂരയുടെ ശൗര്യമൊക്കെ എവിടെ പോയി? ഞാനേ ഇപ്പോഴും ഓർക്കുക, 8 കിലോമീറ്റർ ജോഗി ചെയ്തിട്ടും മതി വരാതെ വേർത്തില്ല, ദേഹം ചൂടായില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് വീണ്ടും ജോഗി ചെയ്യിക്കുന്ന ആ പഴയ പടക്കുതിരയെ കുറിച്ച്. അതൊക്കെ പഴയ കാലം. എല്ലാ ഓട്ടത്തിനിടയിലും കിതയ്ക്കാതിരിക്കാൻ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ, ശത്രുവിന്റെ ശക്തി അല്പം ഒന്ന് കുറയുമ്പോൾ എതിരാളിക്ക് ഉണ്ടാകാവുന്ന ഒരു ജിജ്ഞാസ. ഞാൻ എത്ര ദിവസമായിട്ട് ആലോചിക്കുന്നു ഒന്ന് കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യാൻ. അല്ല, തന്റെ അടുത്താവുമ്പോ എല്ലാം ഫ്രീ ആയിരിക്കും. പിന്നെന്താ, അതിന് സമയം കിട്ടണ്ടേ? ഈ ആഴ്ച തന്നെ കംപ്ലീറ്റ് ബിസിയാ. മലയോരത്തെ ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ പങ്കെടുക്കുന്ന മീറ്റിംഗ്, ആദിവാസികളുടെ ക്ഷേമം, മലയോര റോഡ് വികസനം, എന്തിനും ഏതിനും എല്ലാത്തിനും എത്തി വേണം. ഒരാവശ്യമില്ലാത്ത തിരക്ക്. ചിലപ്പോ തോന്നുന്നു എല്ലാം അങ്ങ് ഉപേക്ഷിച്ചാലെന്ന്. പക്ഷെ ജീവിക്കണ്ടേ? പട്ടേരി, ഐസക്കിന്റെ കണ്ടീഷൻ എങ്ങനെ? എനിക്കൊന്നും ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. ആ ക്യൂറായി വരുന്നു. ഒരർത്ഥത്തിൽ എല്ലാം ദൈവനിശ്ചയമാണ്. അല്ലെങ്കിൽ പഴയ കാര്യമൊക്കെ നിനക്കും അറിയാമല്ലോ. ഇത്രയും സീരിയസ് കണ്ടീഷനിലും ഐസക്ക് തന്റെ അടുത്ത് തന്നെ വന്നുവല്ലോ. മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല, ഈ രവിക്കിതെന്ത് പറ്റി? സ്വന്തം ഫ്യൂച്ചറിനെ കുറിച്ച് പോലും ഇവർ മറക്കുന്നോ? യെസ്, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഞാൻ ഇന്ന് രവിയെ കണ്ടിരുന്നു. അവൻ ആകെ അപ്സെറ്റാണ്. നീ ഒന്ന് അവനെ കാണണം. എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക്? ഞാൻ രവിയെ കാണാം. ഹോസ്പിറ്റൽ വരാം പ്ലീസ്. ഐസക്കിനെയും കാണാമല്ലോ. ദാറ്റ്സ് ഫൈൻ. Shall we go now? Oh yes. പട്ടേൽ സാർ പറഞ്ഞതാ ശരിയെന്ന് തോന്നി. സത്യത്തിൽ അതിനേക്കാൾ വലിയ റിവെഞ്ച് ഉണ്ടോ? മുത്തശ്ശനെ മുത്തശ്ശി ആശ്വസിപ്പിക്കുമായിരുന്നു. മറക്കണം, ക്ഷമിക്കണം. പക്ഷേ മെഡിക്കൽ സയൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ജീവന്റെ വില അറിയാൻ തുടങ്ങി. ഇന്നലെ അയാളെ നേരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നിലെ പകയെന്ന മൃഗം പോയിട്ടില്ല. ഫാബ്രിക്കേറ്റ് ചെയ്ത സിറ്റുവേഷൻസ് റിയലൈസ് ചെയ്യാൻ കാത്തിരിക്കുകയാണവൻ. ഞാനതിനെ സെഡേറ്റീവ് കൊടുത്ത് ഉറക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലുണ്ടാവണം, ഐസക് ജോണിന്റെ നെഞ്ചു പടയുന്ന കാണുമ്പോൾ രവിക്ക് വേണ്ടാത്തൊന്നും തോന്നരുതേ എന്ന്. ലെറ്റ് ഹിം സ്ലീപ്. പ്രാർത്ഥിക്കണം. രവി, എന്താടാ ഇങ്ങനെ? എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇല്ല, തനിക്ക് മനസ്സിലാവില്ല. അനാഥത്വവും അവജ്ഞയും എല്ലാത്തിനും കാരണം അയാൾ മാത്രമാണ്. താനെന്ന് പറഞ്ഞില്ലേ പോസസീവാണെന്ന്? യെസ്, എല്ലാ പകയും മറക്കാനുള്ള എന്റെ പ്രാർത്ഥന പോലും നമുക്ക് വേണ്ടിയാണ്. ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. നേരത്തെ വരണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല. ഐ എം സോറി. സാരമില്ല, വരാൻ തോന്നിയല്ലോ. പഴയവരെല്ലാം പിരിഞ്ഞു പോയപ്പോ എല്ലാം ഞാൻ ചെയ്ത തെറ്റ്. നോ, നീ അങ്ങനെ പറയരുത്. താൻ എൻ്റെ മോളെ കണ്ടിട്ടില്ലല്ലോ. സോണി. കണ്ടിട്ടുണ്ട്, വളരെ കുഞ്ഞായിരുന്നപ്പോ. മുൻ മന്ത്രി ഐസക് ജോണിന്റെ മകൾ. വല്ലാത്തൊരു ഭാരമുണ്ട് ആ ലേബലിന്. ഇവിടെ മൈക്കിൾസിൽ ഒരു ടീച്ചർ പോസ്റ്റിന് അപേക്ഷിച്ചപ്പോ കന്യാസ്ത്രീകൾ വിശ്വസിച്ചില്ല. മുൻ മന്ത്രിയുടെ മോള് 2500 രൂപ ശമ്പളത്തിന്. ഐസക്, മതി. ഐ നോ എവരിതിങ്. മോളെ കാണാൻ ഇവിടെ വന്നപ്പോഴാണ് പെയിൻ തുടങ്ങിയത്. ഇവിടെ വെച്ച് വന്നത് നന്നായി. നിങ്ങളൊക്കെ ഉണ്ടല്ലോ. നാട്ടിലാവുമ്പോ ഐ കാൻറ്റ് അഫോർഡ് എ ഹാർട്ട് അറ്റാക്ക്. എന്താ നിനക്കൊരു അവിശ്വാസം പോലെ? സത്യം ഒന്നുമില്ല, വട്ടപ്പൂജ്യം. പാപ്പർ സൂട്ട് ഫയൽ ചെയ്താൽ അതും ഫ്രോഡാണെന്ന് കരുതിയാലെന്ന് ഓർത്ത് ചെയ്തില്ല. ശാപമാണ്, ശാപം. ഞാനത് അർഹിക്കുന്നു. അതൊക്കെ നിന്റെ വെറും തോന്നല. അന്ന് പിരിഞ്ഞതിന് ശേഷം
പിന്നീടൊന്ന് കാണാൻ പോലും പറ്റിയില്ല. അതിൽ പിന്നെ മേലഗതി ഉണ്ടായിട്ടില്ല. കേസ് കോടതി പടിപടിയായി കീഴോട്ടിറങ്ങി. രാഷ്ട്രീയത്തിൽ പിന്നെ ഞാൻ ഒന്നുമായില്ല. ആർക്കും എന്നെ വേണ്ട. പല ബിസിനസ്സുകളും ചെയ്തു നോക്കി. വക്കീൽ പണിക്ക് പോയി. ഒരിടത്തും ഞാൻ ആരുമായില്ല. ശാപം. ഐസക്, പ്ലീസ്. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷേ എന്റെ മോള്, ഞാൻ ചെയ്ത പാപത്തിന്റെ ഓഹരി പിന്നെ എന്റെ മോൾ ഒറ്റയ്ക്ക് അനുഭവിക്കട്ടെ. നീ വേണ്ടാത്ത ഒന്നും ആലോചിക്കണ്ട. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. വരട്ടെ. വരട്ടെ മോളെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എവറിത്തിങ് അണ്ടർ കൺട്രോൾ? യു ഓക്കെ? യെസ്. ടേക്ക് കെയർ. ഓക്കെ.